ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയും ചിത്രവും എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. സംഭവം എന്ന് വെച്ചാൽ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയുടെ പ്രതിനിധികൾ, സംഘടനയുടെ ഭാരവാഹികൾ എന്ന് പറയാം, അവർ പാണക്കാട്ട് സാദിഖ് അലി തങ്ങളെ ചെന്ന് കണ്ട് ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെടുന്ന നിവേദനം കൈമാറി എന്നുള്ളതാണ്. ആ ഭാരവാഹികളെ ചിത്രത്തിൽ കാണാം, സാദിഖ് അലി തങ്ങളെ കാണാം, പിന്നെ ജന്മന കുസൃതിക്കാരനും മഹാരസികനുമായ നമ്മുടെ മുൻ MLA KN ഖാദറയും കാണാം. ഈ KN ഖാദറാണ് നേരത്തെ കേരളത്ത് ഹരിഗോവിന്ദനെ മുസ്ലിം ലീഗിൽ ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ. പുള്ളി ആൾ രസികനാണ്, തമാശക്കാരനാണ്, പഴയ CPIക്കാരനാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹവുമുള്ള ആളാണ്. അപ്പോൾ ഈ KN ഖാദറിൻ്റെ കാർമ്മികത്വത്തിലാണ് തോന്നുന്നു മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പ്രതിനിധികൾ, ജീവനക്കാരുടെ സംഘടനയുടെ ഭാരവാഹികൾ പാണക്കാട്ട് ചെന്ന് തങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സങ്കടങ്ങളുണ്ട്, സർവാദരണീയരായ തങ്ങൾ ഇടപെട്ട് ഇതിന് പരിഹാരമുണ്ടാക്കി തരണം എന്നാവശ്യപ്പെട്ടത്. ഇത് തങ്ങൾക്ക് മാത്രമായിരിക്കില്ല കൊടുത്ത് മുഖ്യമന്ത്രി VD സതീശനും ദേവസ്വം മന്ത്രി ബഹുമാനപ്പെട്ട K മുരളീധരൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്കും ഷിബു ബേബി ജോണിനും CP ജോണിനും വരെ കൊടുത്തിട്ടുണ്ടാവും. ഇത് പാണക്കാട്ട് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്താ പ്രാധാന്യം കൈവന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ജീവനക്കാരെ ചെയ്തത് വളരെ ശരിയായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു നിവേദനവുമായിട്ട് ക്ലിഫ് ഹൗസിൽ ചെന്ന് സതീശനെ മുഖം കാണിച്ച് ഞങ്ങൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പ്രതിനിധികളാണ്, ഞങ്ങളുടെ ശമ്പളം വളരെ കുറവും ജോലി വളരെ കൂടുതലുമാണ്, മാല കെട്ടാനും ക്ഷേത്രത്തിൻ്റെ മുറ്റമടിക്കാനൊക്കെ കിട്ടുന്ന വേതനം വളരെ പരിതാപകരമാണ്, ബഹുമാനപ്പെട്ട സതീശൻ സാർ ഇടപെട്ട് ഞങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ പുള്ളി മൈൻഡിയില്ല. കാരണം പുള്ളി വലിയ മതേതരനാണല്ലോ. ഇതുമായിട്ട് മുരളീധരനെ പോയി കണ്ടാൽ അദ്ദേഹം അത് മേടിച്ച് വയ്ക്കും, അതിൻ്റെ പുറത്തൊരു പേപ്പർ വെയിറ്റ് കയറ്റി വയ്ക്കും, അത് നോക്കാം, പരിഗണിക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞ് വിടും. ഒരു പിണ്ണാക്ക് നടക്കുകയില്ല. ഈ ഷിബു ബേബി ജോണിയോ CP ജോണിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു വിശേഷമില്ല. അവർ വെളുക്കച്ചിരിക്കും, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് വിടും. നേരെ പറഞ്ഞ് പാണക്കാട്ട് തങ്ങളെ പോയി കണ്ട് പറഞ്ഞാൽ താങ്കൾ ആത്മാർത്ഥമായിട്ട് ഇടപെടും, എനിക്ക് യാതൊരു സംശയമില്ല. ഈ നേരത്തെ പറഞ്ഞ ആരെ കാണുന്നതിനേക്കാളും ഫലപ്രദമായിരിക്കും പാണക്കാട് സാദിഖ് അലി തങ്ങളെ കണ്ടു പറഞ്ഞാൽ. കാരണം താങ്കൾക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം, ഇനി തങ്ങളെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ ക്ഷേത്ര ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് ക്ഷേത്ര പൂജാരിമാരുടെ കഴകക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ്. അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ കാര്യം അത്ര മോശമല്ല, അവർക്ക് ഏതാണ്ട് KSR അനുസരിച്ചു അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന നിരക്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറഞ്ഞ നിരക്കിലാണെങ്കിലും ശമ്പളവും കിമ്പളവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പൂജാരിമാരുടെ കാര്യം വലിയ കഷ്ടമാണ്, കഴകക്കാരുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. അതിൽ തന്നെ ഒരു വേർതിരിവുണ്ട്, ഏതാണെന്ന് ഇത് കഴിച്ചിട്ട് പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പൂജാരിമാരെ ഈ അവിടുത്തെ ക്ലാസ് 4 ജീവനക്കാരുടെ നിലവാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ആ നിരക്കിലുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. ഏത് ക്ഷേത്രത്തിലെ ഈ പ്യൂണിനും അറ്റൻഡർക്ക് കിട്ടുന്ന ശമ്പളമാണ് പൂജാരിക്ക് കിട്ടുന്നത്. ക്ലാർക്കുമാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടിയ സ്കെയിലാണ്. ഇതാണ് തിരുവിതാംകൂറിലെ സ്ഥിതി. കൊച്ചിയിൽ അതുപോലും കിട്ടിയിട്ടില്ല. കൊച്ചി ദേവസ്വം ബോർഡിലെ പൂജാരിമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളെ ക്ലാസ് 4 ആയിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. ക്ലാസ് 1 ആയിട്ടല്ല, ക്ലാസ് 2 ആയിട്ടല്ല, ക്ലാസ് 3 ആയിട്ടല്ല, ഞങ്ങളെ ക്ലാസ് 4 ആയി പരിഗണിക്കണം എന്നുള്ളതാണ്. മലബാർ ദേവസ്വത്തിൻ്റെ കാര്യം വളരെ വളരെ കഷ്ടമാണ്. നമ്മൾ പറഞ്ഞാൽ ശിലയും അലിഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ഞാനതിന് തുനിയുന്നില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. കൊച്ചിക്കാർ കേസ് കൊടുത്തിരിക്കുകയാണ്, തിരുവിതാംകൂറുകാർക്ക് കേസ് കൊടുക്കാതെ കിട്ടി, മലബാറുകാർക്ക് സ്വപ്നം കാണാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന അവസ്ഥയാണ്. അപ്പോൾ സാദിഖ് അലി തങ്ങൾ വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് കൊടുത്തത്. ഈ കാര്യത്തിൽ ഈ ജീവനക്കാർക്ക് വീണ്ടും ഞാനുടെ സത്യത്തിൽ നന്നായി, താങ്കളെന്തെങ്കിലും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഞാനും ബഹുമാനപ്പെട്ട താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ വലിയ പുണ്യമായിരിക്കും. ഇഹലോകത്തും പരലോകത്തും പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഒരു ശുപാർശ സതീശനോട് ചെയ്താൽ, സതീശനും അത് ബോധ്യപ്പെട്ടാൽ, മുരളീധരനും ബോധ്യപ്പെട്ടാൽ കാര്യം നടക്കും. സാദിഖലി തങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയോട് കൂടി ഒരു വാക്ക് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളി ഇടപെട്ടാലും കാര്യം നടക്കും, പുള്ളി ഇടപെട്ടാലേ കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ആ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഭേദപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി വളരെ വെല്ലുവിളികൾ
നേരിട്ടുകൊണ്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെയും ഇതര ദേവസ്വങ്ങളിലെയൊക്കെ ജീവനക്കാർക്ക് എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം.